നേതാവ് വിളിച്ചായിരുന്നോ? ആ വിനയന, എന്തുണ്ട് വിനയ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം നേതാവേ. പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഒരു കുറവുമില്ല നേതാവേ. ചങ്കാണ്, കരളാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ് എന്റെ പാർട്ടി. അതെ അതെ അതെ, അതെനിക്കറിയാം. പിന്നെ വിനയ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു യുവ നേതാവിനെയാണ് പാർട്ടി മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിന്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനോ? സന്തോഷമായില്ലേ? സന്തോഷമായി നേതാവേ. വേഗം അതിനുള്ള ഒരുക്കങ്ങൾ നീ തുടങ്ങിക്കോ. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഇല്ല നേതാവേ, ഒന്നിനൊരു കുറവും വരില്ല. ചങ്കാണ്, കരളാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ് എന്റെ പാർട്ടി. ശരി ശരി, വേഗം പൊക്കോ, വേഗം പൊക്കോ. ഒരു പൊളിയാൻ പൊളിക്ക്. ഹലോ പ്രസല്ലേ? ഞാനാ വിനയനാ. ഒരു 5000 ഫ്ലെക്സ്, ഒരു 1000 കോടി, ഒരു 2500 നോട്ടീസ്, ഇതെല്ലാം ഇന്ന് തന്നെ വേണം കേട്ടോ. ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. 10 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു MLA ആണ് കേട്ടോ. ഒത്താലൊരു മന്ത്രി. ഇപ്പൊ തന്നെ അടിച്ചേക്കണം. ഓക്കെ? വിനയനോ? ആ എടാ, പാർട്ടി പ്രവർത്തനമൊക്കെ എങ്ങനെ നടക്കുന്നതാ? നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് പാർട്ടി സീറ്റ് തരത്തില്ലെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് പാർട്ടി സീറ്റ് തന്നു. 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒരു MLA, ഒത്താലൊരു മന്ത്രി. എടാ വിനയ, ഇപ്പോഴും ഞാൻ പറയാ, അവര് നിന്നെ പറ്റിക്കും. നീ നമ്മളെ പാർട്ടിയിലോട്ട് വാ, നിനക്ക് സീറ്റ് ഉറപ്പാടാ. എടോ, കാര്യങ്ങൾ ഇത്രയായിട്ടും നിനക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോടോ. കണ്ണാണ്, കരളാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ് ഞങ്ങളുടെ പാർട്ടി. മേലിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പിറകെ വന്നേക്കരുത്. ഓ ശരി, നീ എന്ന് കേറിക്കൊടു. നേതാവ് വിളിപ്പിച്ചായിരുന്നോ? ഞാൻ ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. കാര്യങ്ങൾ മനസ്സിലായി. എല്ലാം ഉഷാറാണല്ലോ അല്ലേ? എല്ലാം ഉഷാറാണ് നേതാവേ. കണ്ണാണ്, കരളാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. എന്താ വിനയ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അതായത് പാർട്ടി പ്രാവശ്യം ചെറിയൊരു മാറ്റം വേണമെന്നാ പറയുന്നത്. അതായത് നമ്മുടെ മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയാലോ എന്ന്. വനിതാ സ്ഥാനാർത്ഥിയോ? ഏത് വനിത? എടാ, അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 13ാം വാർഡിൽ നിന്ന് തോറ്റുപോയ രമണിയില്ലേ, ആ രമണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാ പാർട്ടി. രമണി? നേതാവിന്റെ ഭാര്യ രമണി? അതായത് വിനയ, പാർട്ടി പറയുമ്പോ ഞാനെന്ത് പറയാനാടാ, എന്റെ ഭാര്യയെ നിർത്തണമെന്നാ പാർട്ടി തീരുമാനം. നേതാവിന്റെ വാക്കം കേട്ട് ഞാൻ 4-5 ലക്ഷം രൂപ മുടക്കിയിട്ട് നിൽക്കുക. വല്ലാത്ത ചതിയായി പോയി. ഞാൻ എന്ത് പറയാനടാ വിനയ, പാർട്ടി തീരുമാനം ഇല്ലയോടാ. നിനക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കാമല്ലോ. പാർട്ടി കുന്തം. അന്നേ മറ്റേ പാർട്ടിക്കാർ പറഞ്ഞതാ ആ പാർട്ടി ചേരാൻ, അവര് സീറ്റ് തരാമെന്ന്. ഞാൻ പോകുന്നു. നീ എങ്ങോട്ട് പോകുന്നു വിനയ? ഞാൻ മറ്റേ പാർട്ടിയിലോട്ട് പോകുന്നു. അവിടെ ചെന്നാൽ അവരെനിക്ക് സീറ്റ് തരും. നീയല്ലടാ പറഞ്ഞത് നമ്മുടെ പാർട്ടി ചങ്കാണ്, ചങ്കിലെ ചോരയാണ്, കരളാണ് എന്നൊക്കെ? ചങ്കിലെ ചോര കോപ്പാ. ഇപ്പൊ ചെന്നാൽ അവരെനിക്ക് സീറ്റ് തരും. താമസിച്ചാൽ അതും പോകും. ഹലോ ചേട്ടാ, ഞാൻ ഈ പാർട്ടി വിടുക. ഞാൻ നിങ്ങളോട് ചേരുക. ഇവരെന്നെ തേച്ചു. നിങ്ങൾ എനിക്ക് സീറ്റ് തരണേ. ചങ്കില ഇന്നു മുതൽ ചേട്ടന്റെ പാർട്ടി ചേട്ടാ, എന്റെ ചങ്കില്.